സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ അങ്ങനെ കാത്തിരുന്ന് അവസാനം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലേക്കുള്ള ദ മെയിൻ നമ്പർ 9 സ്ട്രൈക്കർ ദിമിത്രിയോസ് ദൈമന്തക്കോസിൻ്റെ പകരക്കാരൻ എത്തിയിരിക്കുകയാണ്. ജീസസ് ജിമിനസ്. സ്പാനിഷ് പ്ലെയർ ആയതുകൊണ്ടും അവിടെ ജെയ്ക്ക് വരെ മെച്ചാണ് പ്രൊണൗൺസ് ചെയ്യുന്നതുകൊണ്ടും പലയിടത്തും ഹേസൂസ് ഹിമിനസ് എന്നാണ് ഇതിൻ്റെ ഒരു പ്രൊണൗൺസിയേഷൻ കണ്ടിട്ടുള്ളത്. എന്തായാലും ഇനി അങ്ങോട്ട് എല്ലാവരും ജീസസ് എന്നായിരിക്കും വിളിക്കാൻ പോകുന്നത്. എന്തായാലും ഇതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിന് കഴിഞ്ഞ സീസൺസിലെ മാച്ചസ്, ഫുൾ ലെങ്ത് മാച്ചസ് നമ്മൾ ഒരുപാട് കണ്ടിരുന്നു. അതിൽ പ്രത്യേകിച്ചും നമ്മൾ ഫോക്കസ് ചെയ്തുള്ളത് 2021-22 സീസണിൽ അദ്ദേഹം കളിച്ചിട്ടുള്ള മേജർ ലീഗ് സോക്കറും അതുപോലെ തന്നെ പോളിഷ് ലീഗിലെ മാച്ചസ് ആണ്. കഴിഞ്ഞ സീസണിൽ 3-4 മാച്ചസ് മാത്രമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അതിന് മുൻപുള്ള സീസൺ ആണെങ്കിലും അധികം ഗെയിം ടൈം കിട്ടിയിരുന്നില്ല. സോ നമ്മൾ കൂടുതലും ഫോക്കസ് ആയിട്ടുള്ളത് 2021-22 സീസണിലെ ഈ രണ്ട് ലീഗുകളിലുള്ള അതിൻ്റെ പെർഫോമൻസും പ്ലസ് നമ്മൾ കുറച്ച് ഹൈലൈറ്റ്സും കണ്ടിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ കണ്ടതിന് ശേഷം ഒരു ബേസിക് ആയുള്ള ഒരു ഗെയിം സ്റ്റൈൽ എങ്ങനെയുള്ള ഒരു സ്ട്രൈക്കറാണ് ഹേസൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമുക്കൊരു പെർട്ടിക്കുലർ കാറ്റഗറി, ഒരു ടാർഗറ്റ് മാൻ എന്നോ അല്ലെങ്കിൽ ഒരു ഗോൾ പോച്ചർ എന്നോ ആ രീതിയിലൊരു പെർട്ടിക്കുലർ കാറ്റഗറിയിൽ മാത്രം ഒതുക്കി നിർത്താൻ പറ്റുന്ന ഒരു പ്ലെയറിനെ പോലെ ഫീൽ ചെയ്തില്ല. ഫോർമേഷൻസ് നോക്കുകയാണെങ്കിൽ, അദ്ദേഹത്തെ ഉപയോഗിച്ചിട്ടുള്ള ഫോർമേഷൻസ് നോക്കുകയാണെങ്കിൽ 3-4-3, അതുപോലെ തന്നെ 4-2-3-1, അതുപോലെ തന്നെ 3-5-2 തുടങ്ങിയ 2 സ്ട്രൈക്കർ വരുന്ന ഫോർമേഷൻ ആണെങ്കിലും ലോൺലി സ്ട്രൈക്കർ പ്ലസ് വിങ്ങേഴ്സ് വരുന്ന ഫ്രണ്ട് 3 വരുന്ന ആ ഒരു ഫോർമേഷൻസിലെല്ലാം ഇതിനെ വിവിധ മാച്ചുകളിൽ യൂസ് ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അതിൽ ഒരു സിംഗിൾ സ്ട്രൈക്കർ, ഒരു മെയിൻ സ്ട്രൈക്കർ, ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു സ്ട്രൈക്കർ എന്ന രീതിയിലും അതുപോലെ തന്നെ ഒരു സപ്പോർട്ടിംഗ് സ്ട്രൈക്കർ, അതിൽ തന്നെ ഇപ്പോൾ 3-4-3 ആ ഒരു ഫ്രണ്ട് 3 വരുന്ന ഫോർമേഷൻസിലെല്ലാം ഈ ഒരു പോഷൻ നോക്കുമ്പോൾ ഒരു വിങ്ങറിന്റെ സൈഡിലായിരിക്കും ഇദ്ദേഹത്തെ കാണുക. പക്ഷേ അറ്റാക്കിലേക്ക് പോകുമ്പോൾ ആ ഒരു ഫോർമേഷൻ സ്വിച്ച് ചെയ്ത് ഇദ്ദേഹത്തിന് ഒരു സപ്പോർട്ടിംഗ് റോളിലും ഇതിന് ഫ്രണ്ടിലായിട്ട് ഒരു മെയിൻ ടാർഗറ്റ് മാൻ അല്ലെങ്കിൽ ഒരു മെയിൻ സ്ട്രൈക്കർ വേറെ ഉണ്ടാവും. ആ രീതിയിൽ ഒരു സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലെല്ലാം ഇദ്ദേഹത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഏത് രീതിയിൽ ഉപയോഗിച്ചാലും നമുക്ക് കോമൺ ആയിട്ട് കാണാൻ സാധിക്കുന്ന ഇതിൻ്റെ ഒരു ഗെയിം സ്റ്റൈൽ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ മാത്രം നിന്ന് പാസുകളെ മാത്രം ആശ്രയിച്ച് കളിക്കുന്ന ഒരു പ്ലെയറിനെ പോലെയല്ല. അദ്ദേഹം നല്ല രീതിയിൽ ഇറങ്ങി വരുന്നുണ്ട്. ആവശ്യമായ സിറ്റുവേഷൻസിൽ ഡ്രോപ്പ് ചെയ്യാൻ കഴിയുന്ന റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും അതുപോലെ തന്നെ സെൻറ്ററിലേക്കൊക്കെ ഇറങ്ങി വന്ന് പന്ത് എടുത്ത് കളിക്കാൻ സാധിക്കുന്ന, പന്ത് വേണമെങ്കിൽ ക്യാരി ചെയ്യാനും ഹോൾഡ് ചെയ്യാനും മുന്നോട്ടേക്ക് കളി കൊണ്ടുപോകാനും സാധിക്കുന്ന ഒരു ബോൾ പ്ലേയിങ് സ്ട്രൈക്കറായിട്ട് തന്നെ പറയാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ഹേസൂസ്. നമ്മൾ ചില സ്ട്രൈക്കേഴ്സിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഒരു ഹൈബ്രിഡ് എന്ന രീതിയിൽ, ഒരു നമ്പർ 9-ൻ്റെയും നമ്പർ 10-ൻ്റെയും ഒരു ഹൈബ്രിഡ് എന്ന രീതിയിൽ പറയാറുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വാസ്കസിനെയൊക്കെ ഇവാൻ വുക്കമനോവിച്ച് ആ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു സ്ട്രൈക്കർ ആണെങ്കിലും ഇറങ്ങി വന്ന് കളിക്കുന്ന രീതിയിൽ, മുന്നോട്ടേക്ക് കളി ഉണ്ടാക്കുന്ന രീതിയിലും ബോൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്ലെയർ ദിമിത്രിയോസ് ദൈമന്തക്കോസും ഏതാണ്ട് ആ ഒരു രീതിയിൽ പല സമയത്തും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആ രീതിയിലുള്ള ഒരു പ്ലേയിങ് സ്റ്റൈലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ അവിടെ ഒരു ടോട്ടലി നമുക്ക് ഈ ഒരു റോളിൽ പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റാത്തതിനൊരു മെയിൻ കാരണമുണ്ട്. അത് വീക്ക്നെസ്സുകൾ പറയുമ്പോൾ പറയാം. എന്തായാലും ടോട്ടലി നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പെപ്പർ ഉപയോഗിക്കുന്ന പോലെ, എന്നാൽ അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഈ ഫ്രണ്ട് 3 വരുന്ന സിറ്റുവേഷൻസിലെല്ലാം ഒരു മെയിൻ സ്ട്രൈക്കറായിട്ടും, എന്നാൽ അവിടെ മാത്രം നിൽക്കുന്ന ബോളുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന രീതിയിലല്ലാതെ ഫ്ലെക്സിബിൾ ആയിട്ട് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും പോകാനും സ്വിച്ച് ചെയ്യാനും ഡ്രോപ്പ് ചെയ്ത് ഇറങ്ങി വരാനും വേണമെങ്കിൽ പന്ത് ക്യാരി ചെയ്യാനും പന്ത് മുന്നോട്ടേക്ക് എത്തിക്കാനും കെൽപ്പുള്ള, അതിന് ക്യാപ്പബിലിറ്റി ഉള്ള വിത്ത് ബോൾ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ഹേസൂസ് ഹിമിനസ്. ഇനി മറ്റ് ആഡഡ് സ്പെഷ്യാലിറ്റീസിലേക്ക് വരാണെങ്കിൽ പെനാൽറ്റീസ് എടുക്കുന്നുണ്ട്. അതിൽ ഒരുപാട് പെനാൽറ്റീസ് ഒന്നും കണ്ടില്ല. പ്രത്യേകിച്ചും കഴിഞ്ഞ സീസൺസിൽ ഒരു മെയിൻ പെനാൽറ്റി ടേക്കർ വേറൊരു പ്ലെയർ ഉണ്ടായിരുന്നു. സോ അവിടെ അതിന് അധികം ഓപ്ഷൻസ് കിട്ടിയിരുന്നില്ല. പക്ഷേ പെനാൽറ്റി എടുക്കുന്ന സിറ്റുവേഷൻസിൽ നോക്കുകയാണെങ്കിൽ അവിടെ ദിമിത്രിയോസിനെ പോലെ പവറിനെ ആശ്രയിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു പെനാൽറ്റി ടേക്കറായിട്ട് തോന്നില്ല. കുറച്ചുകൂടി പ്ലേസ്മെന്റും ഗോൾ കീപ്പറെ വഴിതിരിച്ച് വിട്ടിട്ട് ആ ഒരു കൃത്യമായ സ്ഥലത്തേക്ക് അടിച്ചിടുന്ന പ്ലേസ്മെന്റിനാണ് അദ്ദേഹം കൂടുതൽ പെനാൽറ്റീസിൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതും നല്ല ആക്യുറസിയോട് കൂടിയുള്ള ആ ബോട്ടം കോർണറിലേക്കുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള പെനാൽറ്റീസ് കാണാൻ സാധിച്ചിരുന്നു. സോ അതാണ് ഇതിന്റെ പെനാൽറ്റീസിനെ പറ്റി പറയാനുള്ളത്. സോ ഇനി ഡീപ്പായിട്ട് ഇതിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇതിന്റെ അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷൻസിനെ പറ്റിയും അറ്റാക്കിംഗ് സപ്പോർട്ടിനെ പറ്റിയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അതിൽ ആദ്യത്തേത് അറ്റാക്കിൽ വരുന്ന ആ ഒരു കോൺട്രിബ്യൂഷൻ. അറ്റാക്കിൽ ഇതിന്റെ ഒരു സ്ട്രെങ്ത് ആയിട്ടും സ്പെഷ്യാലിറ്റീസ് ആയിട്ടും പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളിലേക്കാണ്. അതിൽ ഒന്നാമതായിട്ട് ഇതിന്റെ ഒരു വലിയ ക്വാളിറ്റി ആയിട്ടും ഒരു വലിയ സ്പെഷ്യാലിറ്റി ആയിട്ടും വലിയ സ്ട്രെങ്ത് ആയിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതിന്റെ ടച്ചസ് ആണ്. നല്ല രീതിയിലുള്ള ക്ലാസിക് ആൻഡ് ക്വാളിറ്റി ടച്ചസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി പ്ലെയർ എന്നൊരു ഫീൽ നമുക്ക് ഹേസൂസ് തരുന്നുണ്ട്. ഈ രീതിയിലുള്ള ക്വാളിറ്റി ടച്ചസ് അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അത് ഒരുപാട് ഏരിയാസിൽ, പ്രത്യേകിച്ചും നല്ല ഫസ്റ്റ് ടച്ച് എടുക്കാൻ, നല്ല രീതിയിൽ പന്ത് ട്രാപ്പ് ചെയ്യാൻ, ടേൺ ചെയ്യാൻ, പ്ലേയേഴ്സിനെ ബീറ്റ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഈ ടച്ചസ് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോന്നും അദ്ദേഹം എങ്ങനെ യൂസ് ചെയ്യുന്നു നോക്കാം. അതിൽ ആദ്യത്തേത് ഫസ്റ്റ് ടച്ച് ആണ്. ഫസ്റ്റ് ടച്ച് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും സ്ട്രൈക്കേഴ്സിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവരിലേക്ക് പന്ത് എത്തുമ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറഞ്ഞ ടച്ചസ് എടുത്ത് ഷോട്ടിലേക്ക് അത് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞ പോലെ ഡിഫൻഡേഴ്സിന്റെ ആ ഒരു ഡിഫെൻഡിങ് പ്രഷറിൽ നിന്നും ആ ഒരു സ്ട്രൈക്കറിനെ പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഇവിടെ നല്ലൊരു ഫസ്റ്റ് ടച്ച് ഉണ്ടെങ്കിൽ ഒരുപാട് അൺനെസസറി ആയിട്ടുള്ള എക്സ്ട്രാ ടച്ചസ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇതിന്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള ഫസ്റ്റ് ടച്ചുകൾ, നല്ല ക്ലിനിക്കൽ ആയിട്ടുള്ള ഫസ്റ്റ് ടച്ചുകൾ നമുക്ക് ബോക്സിന്റെ ഏരിയാസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല ഫസ്റ്റ് ടച്ച് എടുത്തു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊരു ഷോട്ടിന്റെ മാത്രമേ അവിടെ ഒരു ആവശ്യമുള്ളൂ. സോ അത്തരത്തിലുള്ള ഫസ്റ്റ് ടച്ചുകൾ പ്രത്യേകിച്ചും ബോക്സിന്റെ ഏരിയാസിൽ അല്ലെങ്കിൽ ഒരു ഷോട്ടാക്കി കൺവേർട്ട് ചെയ്യുന്ന കാര്യത്തിൽ നല്ല ക്വാളിറ്റി ഫസ്റ്റ് ടച്ച് ഇതിന്റെ കാര്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്.
ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ട്രാപ്സ് ആണ്. അതായത് ഇപ്പോൾ ഒരു ഹൈ ബോളൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ആ ബോൾ അധികം ട്രാപ്പ് ചെയ്യുന്ന, അത് അദ്ദേഹത്തിന്റെ വരുതിയിൽ വെക്കുന്ന ഒരു രീതിയുണ്ട്. അവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ക്ലാസിക് ആൻഡ് ക്വാളിറ്റി ടച്ചസ് ഉപയോഗിച്ചുകൊണ്ടും അവിടെ ടെക്നിക്കൽ എബിലിറ്റിയുടെ കുറച്ച് സ്പാർക്ക് അദ്ദേഹം ഔട്ട്സൈഡ് ഫുട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പന്ത് ട്രാപ്പ് ചെയ്യുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള വെയിറ്റിൽ തന്നെ ആ ഒരു ടച്ച് എടുത്തിട്ട് ആ പന്ത് തന്റെ വരുതിയിൽ വെക്കുന്ന ഒരുപാട് ട്രാപ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടേൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഓർമ്മ വരുന്നത് പെപ്രെ ആയിരിക്കും. അദ്ദേഹത്തിന്റെ കാര്യത്തിലും ഒരുപാട് ക്വാളിറ്റി ടേൺസും മുന്നിലേക്ക് അത് ഹെൽപ്ഫുൾ ആവുന്ന ഒരുപാട് സിറ്റുവേഷൻസും നമ്മൾ പറയാറുണ്ട്. ഈ സ്ട്രൈക്കേഴ്സിന് നല്ല ടേൺസ് ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ഒരുപാട് ബെനിഫിറ്റ് ആവുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും സ്ട്രൈക്കേഴ്സ് ആ ഒരു ബോക്സിന് ഓപ്പോസിറ്റ് ആയിട്ട് തിരിഞ്ഞായിരിക്കും ഒരു ഒട്ടുമിക്ക സമയത്ത് നിൽക്കുക. അവിടെ ഒരു ക്വാളിറ്റി ടേൺ പെട്ടെന്ന് ആ ഒരു പ്ലെയറിന് എടുക്കാൻ സാധിച്ചാൽ അത് ഗോൾ സ്കോറിങ്ങിന് ടൈം സേവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു ഒപ്പമുള്ള ഒരു പ്ലെയറിനെ ബീറ്റ് ചെയ്യാൻ, ആ ഒരു ടേണിലൂടെ തന്നെ ബീറ്റ് ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള 1-2 ക്വാളിറ്റി ടേൺസ് നമുക്ക് ഇദ്ദേഹത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ പെപ്പറയിൽ നിന്നും ഇദ്ദേഹത്തിലേക്ക് വരുമ്പോൾ ആ ടേൺസിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് പെപ്പർ കുറച്ചുകൂടി ഫിസിക്കലി ആണ് ടേൺസ് എടുക്കുന്നത്. ഇപ്പോൾ കൂടെയുള്ള ഒരു പ്ലെയറിനെ നല്ല രീതിയിൽ ബോഡി ഉപയോഗിച്ചുകൊണ്ടൊന്ന് അകറ്റി നിർത്തി ആ ഒരു പ്ലെയറിനെ ഷീൽഡ് ആയിട്ടുള്ള ടേൺസ് ഒക്കെയാണ് കൂടുതലും പെപ്പർ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ഹേസൂസിന്റെ കാര്യത്തിൽ ടേൺസിന് അദ്ദേഹം ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞ ടച്ചസ് തന്നെയാണ്. നല്ല ക്വാളിറ്റി ഉള്ള ടച്ചസ്. അതിപ്പോൾ മൾട്ടിപ്പിൾ ടച്ചസ് എടുക്കുന്നുണ്ടാവും. ഒരു ടച്ച് മാത്രമായിരിക്കില്ല, 1-2 ടച്ചസ് എടുത്തിട്ട് ആ ഒരു പ്ലെയറെ ടേൺ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് പ്രത്യേകിച്ചും ഈ പറഞ്ഞ ബോക്സിന്റെ ആ ഒരു ഏരിയയിലേക്ക് അദ്ദേഹത്തിന് കിട്ടുമ്പോൾ ആ ഒരു പ്ലെയറിനെ, കൂടെയുള്ള പ്ലെയറിനെ ബീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഡിഫൻസിലേക്ക് ഇറങ്ങി വരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ആ പന്ത് എടുത്തിട്ട് ടേൺ ചെയ്ത് അപ്പോഴും ഈ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് ബോക്സിനെ തിരിഞ്ഞിട്ടായിരിക്കും ആ ഒരു സ്ട്രൈക്കർ നിൽക്കുക. അവിടെയും ആ ഒരു പ്ലെയറിനൊന്ന് തിരിഞ്ഞ് വരേണ്ട അല്ലെങ്കിൽ ടേൺ ചെയ്ത് വരേണ്ടതിൻ്റെ ഒരു ആവശ്യമുണ്ട്. അങ്ങനെ ടേൺ ചെയ്തതിന് ശേഷം പന്ത് ക്യാരി ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി എടുക്കുന്നത് പോലെയും കാണാൻ സാധിക്കാറുണ്ട്. സോ ഈ ടേൺസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബോക്സിന്റെ ഏരിയാസിൽ നമുക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ആവുന്ന ഒരു വലിയ ഇതിന്റെ ഒരു ക്വാളിറ്റി, അതിൽ തന്നെ ആ ടേൺസിന് അദ്ദേഹം ഉപയോഗിക്കുന്ന ടച്ചസും ക്വാളിറ്റി ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവസാനത്തത് ഈ പ്ലെയറിനെ ബീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ 1-on-1 സിറ്റുവേഷൻസിൽ ചിലപ്പോൾ അതിന് പന്തൊന്ന് റിസീവ് ചെയ്യുമ്പോൾ ഒറ്റ ടച്ചിൽ ഒരു പ്ലെയറിനെ ബീറ്റ് ചെയ്യുന്ന കുറച്ച് സിറ്റുവേഷൻസ് കാണാൻ സാധിച്ചിരുന്നു. അത് ബോക്സിന്റെ ഏരിയാസിലും പ്രത്യേകിച്ച് ഈ വിങ്ങിൽ നിന്നൊക്കെ അദ്ദേഹം കയറി വരുന്ന സിറ്റുവേഷൻസിലെല്ലാം ഒരു ടച്ച് മാത്രമേ അത് എടുക്കുന്നുള്ളൂ. പക്ഷെ ആ ടച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള വെയിറ്റിൽ ഒരു സ്പേസിലേക്ക് അടിച്ചിട്ടിട്ട് അദ്ദേഹം ആ പന്ത് ആ ഒരു പ്ലെയറിനെ ബീറ്റ് ചെയ്ത് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ സമയത്ത് ആ ഒരു പന്തിന് കൊടുക്കുന്ന ടച്ചിലുള്ള വെയിറ്റ് ഒന്ന് കൂടിപ്പോയാലോ കുറഞ്ഞു പോയാലോ അത് ആ പന്ത് നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു ചാൻസസ് വളരെയധികം ഉണ്ട്. പക്ഷേ അവിടെയും പെർഫെക്റ്റ് ആയുള്ള ഒരു വെയിറ്റിലാണ് അദ്ദേഹം ആ ഒരു ടച്ച് എടുക്കുന്നത്. സോ അതും റിപ്പീറ്റ് ആയിട്ട് കാണാൻ സാധിച്ച ക്വാളിറ്റി ഉള്ള ടച്ചസിൽ ഇദ്ദേഹം യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ ടച്ചസ് കൊണ്ട്, ക്വാളിറ്റി ടച്ചസ് കൊണ്ട് ഗോളുകളും അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. നല്ല ഫസ്റ്റ് ടച്ച് എടുത്ത് ബോക്സിനകത്തേക്ക് കയറി ഷോട്ട് എടുക്കുന്നതാണെങ്കിലും നല്ലൊരു ടേൺ, നല്ലൊരു ടച്ച് കൊണ്ടുള്ള ടേൺ കൊണ്ട് ഒരു പ്ലെയറിനെ, കൂടെ ഉണ്ടായിരുന്ന ഒരു പ്ലെയറിനെ ബീറ്റ് ചെയ്ത് ബോക്സിനകത്തേക്ക് പോയിട്ട് ആ ഒരു പന്ത് ഫിനിഷ് ചെയ്യുന്ന രീതിയാണെങ്കിലും, അതുപോലെ തന്നെ ബോക്സിനകത്ത് വെച്ച് ഒരു ടച്ച് കൊണ്ട് ആ ഒരു പ്ലെയറിന് 1-on-1 സിറ്റുവേഷനിലുള്ള ഒരു പ്ലെയറിനെ ബീറ്റ് ചെയ്ത് മുന്നോട്ട് കയറി അസിസ്റ്റ് കൊടുക്കുന്ന സിറ്റുവേഷനാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരുപാട് ഏരിയാസിൽ അതിൻ്റെ ടച്ചസ്, പെർഫെക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ക്ലാസിക് ആയിട്ടുള്ള ടച്ചസ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അറ്റാക്കിൽ. സോ ഈ ടച്ചസിനെ പറ്റി പറയുമ്പോൾ ഇനി രണ്ടാമതായിട്ട് പറയേണ്ട ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ഡ്രിബിളിംഗ് മെത്തേഡാണ്, അല്ലെങ്കിൽ പന്ത് ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്ക്. അവിടെ ഇദ്ദേഹം യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞ ടച്ചസിനൊപ്പം, ക്വിക്കായിട്ടുള്ള ടച്ചസിനൊപ്പം ഡയറക്ഷൻ സ്വിച്ചിങ്, അല്ലെങ്കിൽ പെട്ടെന്നുള്ള എജിലിറ്റി മൂവ്മെൻറ്റ്, പെട്ടെന്ന് ഡയറക്ഷൻ സ്വിച്ച് ചെയ്ത് ആ ഒരു പ്ലെയറിനെ ബീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന രീതിയാണ്. ആൻഡ് ഇവിടെ ഈ ഒരു പോയിന്റ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും, പന്ത് അത്യാവശ്യം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന, ഫ്രണ്ടിൽ വെച്ചൊരു പന്ത് കിട്ടിയാലും അത് പെട്ടെന്ന് നഷ്ടപ്പെടുത്താത്ത ടൈപ്പ് ഓഫ് ഒരു പ്ലെയർ ആണ് ഹേസൂസ്. അതിന് ഈ പറഞ്ഞ ബോൾ ഹോൾഡിംഗ് ആണ് ഒന്നാമത്തെ ഫാക്ടർ. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് പന്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ പ്ലേയേഴ്സിനെ ഡ്രിബിൾ ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി, അവിടെ അദ്ദേഹം യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ്. സോ അവിടെയും ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ 1-2 പ്ലേയേഴ്സിനെ മറികടന്ന് പോകാൻ ശ്രമിക്കുന്ന ഒരു പ്ലെയർ ആണ്. ഇപ്പോൾ എല്ലാ സ്ട്രൈക്കേഴ്സും അങ്ങനെ പ്ലേയേഴ്സിനെ ഡ്രിബിൾ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇദ്ദേഹം നോവയെ പോലെ കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴൊക്കെ പ്ലേയേഴ്സിനെ മുന്നിൽ കിട്ടുന്നു അപ്പോഴൊക്കെ ഡ്രിബിൾ ചെയ്യാൻ ശ്രമിക്കുന്ന അത്തരത്തിലൊരു കണ്ടിന്യൂസ് ഡ്രിബിളർ അല്ല. പക്ഷേ എപ്പോഴാണോ സമയവും സാഹചര്യവും ഒത്തുവരുന്നത് ആ സമയത്ത് ഇതിന് ഡ്രിബിളിംഗ് മെത്തേഡ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ പെട്ടെന്നുള്ള ടച്ചസ് കൊണ്ട് ഒന്നിലധികം പ്ലേയേഴ്സിനെ അദ്ദേഹം മറികടന്ന് പോയി ഗോൾ അടിക്കുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. ഈ ഒരു ഗോളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അദ്ദേഹം പന്ത് ഈ പറഞ്ഞ പോലെ കൃത്യമായ രീതിയിൽ ആ ഒരു ഹോൾഡിൽ വെച്ചിട്ട് കൃത്യമായ വെയിറ്റുള്ള ടച്ചസ് എടുത്ത് 3-4 പ്ലേയേഴ്സിനെ ബീറ്റ് ചെയ്യുന്നുണ്ട്. മറ്റൊരു സിറ്റുവേഷൻ ഇതേപോലെ തന്നെ ഒരുപാട് ടച്ചസ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത് ഗോൾ കീപ്പർ ഉൾപ്പെടെ 4 പ്ലേയേഴ്സിനെ ബീറ്റ് ചെയ്തിട്ടാണ് മറ്റൊരു സിറ്റുവേഷൻ അദ്ദേഹം ഗോൾ സ്കോർ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ എല്ലാം ഈ പറഞ്ഞ പോലെ പ്ലേയേഴ്സിനെ മറികടന്ന് പോകാനുള്ള അല്ലെങ്കിൽ ബോക്സിനകത്തേക്ക് ബോളുമായിട്ട് കയറാനുള്ള ഒരു എബിലിറ്റി നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാ സ്ട്രൈക്കേഴ്സിലും കാണുന്ന ഒരു കാര്യമല്ല. ആൻഡ് ഈ ടച്ചസ് എടുത്ത് ബോക്സിനകത്തേക്ക് കയറുമ്പോൾ നമ്മൾ മൂന്നാമതായിട്ട് പറയേണ്ടത് ഇതിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ആ ഒരു കമ്പോഷറാണ്, ബോക്സിനകത്തുള്ള ഒരു കമ്പോഷർ. പൊതുവെ ഫോറിൻ പ്ലേയേഴ്സിന് അത് ഉണ്ടാവാറുണ്ടെങ്കിലും നമുക്ക് അവിടെയും ചില എക്സെപ്ഷൻസ്, ചില പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ ബോക്സിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ഒരു എയിമില്ലാതെ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഷോട്ടുകളും അനാവശ്യമായുള്ള ട്രൈസും കാണാറുണ്ട്. പക്ഷേ ഇവിടെ
കൂളായിട്ട് കമ്പോസ്ഡ് ആയിട്ട് ചില സിറ്റുവേഷൻസ് അദ്ദേഹം മാനേജ് ചെയ്യുന്നുണ്ട്. ബോക്സിനകത്ത് അതിൻ്റെ ഓപ്പൺ ചാൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഒറ്റ നോട്ടത്തിൽ ഷോട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിലും അവിടെ അനാവശ്യമായുള്ള ധൃതി കാണിക്കാതെ ഒന്ന് ഹോൾഡ് ചെയ്ത് ഒന്നുകൂടി ആ ഒരു ഷുവർ ആക്കിയിട്ട് ഗോൾ സ്കോർ ചെയ്യുന്ന സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ബോക്സിനകത്തേക്ക് കയറി ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ പ്ലേയേഴ്സിനെ ഡ്രിബിൾ ചെയ്യുന്ന സിറ്റുവേഷൻസിലാണെങ്കിലും അവിടെ അതിൻ്റെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് കൊണ്ട് അല്ലെങ്കിൽ കമ്പോഷർ കൊണ്ട് ആ ഒരു കൂളായിട്ടുള്ള ആ ഒരു ബോൾ ഹാൻഡ്ലിംഗ് കൊണ്ട് ഒന്നുകൂടി ഒരു പ്ലെയറിനെ കൂടി ചിലപ്പോൾ ഒന്ന് ഡ്രിബിൾ ചെയ്ത് അല്ലെങ്കിൽ ഒന്നുകൂടി ഒരു പ്ലെയറിനെ മറികടക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അതിനുശേഷം കൺവേർട്ട് ചെയ്യുന്ന ഗോളുകൾ കൂടി നമ്മൾ കാണുന്നുണ്ട്. ബോക്സിനകത്ത് നല്ല കമ്പോഷറുള്ള കൂൾ ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു എബിലിറ്റി ഇതിനുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. സോ പന്ത് ഹാൻഡിൽ ചെയ്യുന്ന കാര്യം കഴിഞ്ഞു, ബോക്സിനകത്ത് കയറുന്ന കാര്യം കഴിഞ്ഞു, ഇനിയുള്ളത് കൺവേർഷനാണ്, ഫിനിഷിംഗ് ആണ്. ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ അവിടെയും ഒരു വേരിയേഷൻസ് നമുക്ക് ഫിനിഷിംഗ് ഗോളുകൾ പ്രത്യേകിച്ചും എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ അതിൻ്റെ കരിയർ ഹൈലൈറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ആ ഷോട്ടുകളിലും ഗോളുകളിലും നമുക്ക് വേരിയേഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് വെറൈറ്റി ടൈപ്പ് ഓഫ് ഫിനിഷിങ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ടാപ്പിൻ ഗോൾസ് ബോക്സിനകത്ത് നിന്നിട്ട് ടാപ്പ് ചെയ്തിരുന്ന ഗോളുകൾക്കൊപ്പം തന്നെ അദ്ദേഹം എടുക്കുന്ന ഷോട്ടുകളിൽ തന്നെ ഒരു വേരിയേഷൻ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അത് ആവശ്യമായുള്ള സിറ്റുവേഷൻസിൽ ആ സന്ദർഭത്തിനനുസരിച്ചിട്ടാണ് ആ സിറ്റുവേഷൻ അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്നത്. അതിൽ തന്നെ ഈ ചിപ്പ് ചെയ്തിട്ടുള്ള ഗോൾ കീപ്പറിന്റെ മുകളിലൂടെ ചിപ്പ് ചെയ്തിട്ടുള്ള അവിടെ അനാവശ്യമായിട്ടുള്ള പവർഫുൾ ഷോട്ടിനെ അധികമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാതെ സാഹചര്യത്തിനനുസരിച്ച് ഒരു പ്ലേസ്മെന്റോട് കൂടി ഫിനിഷ് ചെയ്യുന്ന ഒരു ചിപ്പിംഗ് ഗോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഗോൾ കീപ്പറായുള്ള 1-on-1 സിറ്റുവേഷനിൽ ആ ഗോൾ കീപ്പറിനെ റീച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പ്ലേസ് ചെയ്യുന്ന കറക്റ്റ് പവറിനെ അധികം മുൻതൂക്കം കൊടുക്കാതെ പ്ലേസിങ്ങിന് ശ്രമിക്കുന്ന രീതിയിലുള്ള ഒരു ഗോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പവറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ പവർ തീരെ ഉപയോഗിക്കാത്ത പ്ലെയറും അല്ല. ചില സിറ്റുവേഷൻസിൽ ചില വേരിയേഷൻസ് കാണുമ്പോൾ ആ പവറും നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചില കർവിംഗ് ഫിനിഷസ്, ഇപ്പോൾ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്നിട്ടുള്ള അതും വളരെ കാണാൻ നല്ല രസമുള്ള ടൈപ്പ് ഓഫ് ഒരു പെർഫെക്റ്റ് കർവിംഗ് ഷോട്ടുകൾ അത് എടുക്കുന്നുണ്ട്. പിന്നെ ഔട്ട്സൈഡ് ഫുട്ട് വെച്ചിട്ടൊരു ഷോട്ട് അദ്ദേഹം ഗോളാക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റി ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഈ ഷോട്ടുകളിൽ തന്നെ എല്ലാം അങ്ങനെ പവറിനെ മാത്രം ആശ്രയിച്ചിട്ടുള്ള ഷോട്ടുകളല്ലാതെ കാമായിട്ടുള്ള അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ വരുമ്പോൾ അവിടെയുള്ള അതിൻ്റെ പ്രസൻസ് ഓഫ് മൈൻഡ്, അതിനെ ഹാൻഡിൽ ചെയ്യാൻ ഏത് ഷോട്ട് ഏത് രീതിയിൽ എടുക്കണം അതിനുള്ള ഒരു എബിലിറ്റിയാണ് ഇവിടെ അദ്ദേഹത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഷോട്ടുകളിലുള്ള വേരിയേഷനൊപ്പം തന്നെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ബോഡി ഫ്ലെക്സിബിലിറ്റിയാണ്. ചില സ്ട്രൈക്കേഴ്സ് ഈ പറഞ്ഞ പോലെ ഏത് രീതിയിൽ പന്തിട്ടാലും അത് എങ്ങനെയെങ്കിലും അടിക്കുന്ന ഒരു രീതി അവരിൽ കാണാറുണ്ട്. ആ ബോൾ കറക്റ്റ് പാകത്തിനല്ലെങ്കിലും ബോഡി ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബോഡി മാറ്റിയെടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത്തരത്തിലുള്ള ചില എഫേർട്ടുകൾ അല്ലെങ്കിൽ ആക്രോബാറ്റിക് ആയിട്ടുള്ള ചില ട്രൈസ്, വോളി, സൈഡ് വോളീസ്, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലെല്ലാം ഈ ഫ്ലെക്സിബിലിറ്റി, ബോഡിയിലുള്ള അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി അത്തരത്തിൽ നേടിയിട്ടുള്ള ഗോളുകൾ കൂടി നമ്മൾ കാണുന്നുണ്ട്. സോ അതും ഒരു സ്ട്രൈക്കറെ സംബന്ധിച്ച് വളരെയധികം ബെനിഫിറ്റ് ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു സ്ട്രെങ്ത് ആണ്. സോ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഒരു അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷൻ എന്ന രീതിയിൽ ഇദ്ദേഹമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് സ്ട്രെങ്ത് ആൻഡ് സ്പെഷ്യാലിറ്റീസ് ആയിട്ട് തോന്നിയത്. ഇനി സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഏത് രീതിയിൽ ഇപ്പോൾ സിംഗിൾ സ്ട്രൈക്കറായിട്ട് കളിച്ചാലും ഇറങ്ങി വന്ന് സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയർ ആണെന്ന് പറഞ്ഞിരുന്നു. ആ ഏരിയാസിൽ അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുക്കുന്ന കാര്യത്തിൽ ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് തോന്നിയത് ഇതിൻ്റെ ഡ്രോപ്പിംഗ്സ് ആണ്, അല്ലെങ്കിൽ ആ ഡ്രോപ്പിംഗ് ടെക്നിക്കാണ്. ഒരു ഫ്രണ്ട് ത്രീ, ഒരു ലോൺലി സ്ട്രൈക്കറും 2 വിങ്ങേഴ്സ് അടങ്ങുന്ന 3 പേര് ഫ്രണ്ടിലുണ്ടെന്ന് സങ്കല്പിക്കുക. അവിടെ ഈ സ്ട്രൈക്കർ ഒന്ന് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രൈക്കറിന് കിട്ടുന്ന അറ്റാക്കിംഗ് സപ്പോർട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2 സൈഡിലുള്ള വിങ്ങറിനെ റിലീസ് ചെയ്യാനുള്ള, ഫ്രണ്ടിലേക്ക് ഒരു പാസ് കൊടുത്ത് റിലീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ പാറ്റേൺ അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്കാണ് നമ്മുടെ ഹേസൂസ് ഇത്തരം സിറ്റുവേഷൻസിൽ ഏറ്റവും അധികം യൂസ് ചെയ്യുന്നത്. ഒരു സിംഗിൾ സ്ട്രൈക്കറായിട്ട് ഫ്രണ്ടിൽ മാത്രം നിൽക്കാതെ അദ്ദേഹം പല സിറ്റുവേഷൻസിലും അറ്റാക്ക് വരുന്ന സമയത്ത് ഇറങ്ങി വന്ന് പന്ത് വാങ്ങുന്നുണ്ട്. ഇറങ്ങി വന്ന് പന്ത് വാങ്ങി അദ്ദേഹം മുന്നിലേക്ക് നോക്കുമ്പോൾ 2 സൈഡിൽ ഒന്നല്ലെങ്കിൽ വിങ്ങേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 2 സ്ട്രൈക്കർ വെച്ച് കളിക്കുന്ന ഫോർമേഷൻ ആണെങ്കിൽ ഒരു സ്ട്രൈക്കറോ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറോ അതിനൊപ്പം മുന്നിൽ പാസ് കൊടുക്കാൻ പാടുന്നുണ്ടാവും. സോ ഇദ്ദേഹം ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ വരുന്ന ഓപ്ഷൻസ് ത്രൂ ബോളിലൂടെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിമ്പിളായിട്ടുള്ള പാസുകളിലൂടെ കണ്ടെത്തുന്ന ഒരുപാട് മൂവ്മെന്റ്സ് ഉണ്ട്. നമ്മൾ 4-3-3 യൂസ് ചെയ്തുകൊണ്ട് ഇദ്ദേഹം ഡ്രോപ്പ് ചെയ്യുമ്പോൾ റൈറ്റിലും ലെഫ്റ്റിലും പ്രത്യേകിച്ച് നോവയൊക്കെ ഇൻസൈഡിലേക്കുള്ള റണ്ണുകൾ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പാസുകൾ ഫൈൻഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇതിനുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ഡ്രോപ്പ് ചെയ്ത് കിട്ടുന്ന ഓപ്ഷൻസ് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഇതിലുണ്ട്. സോ ഡ്രോപ്പിംഗ്സ് ആണ് ഇതിൻ്റെ ആ ഒരു വിത്തൗട്ട് ദ ബോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ സപ്പോർട്ട് കൊടുക്കുന്ന കാര്യത്തിൽ ഏറ്റവും അധികം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ക്വാളിറ്റി. ഇത് നോർമലായിട്ടുള്ള ഡ്രോപ്പിംഗ്സ് ആണ്. ഇപ്പോൾ അറ്റാക്കൊക്കെ വരുമ്പോൾ ജസ്റ്റ് ആ ഒരു ലൈനിൽ നിന്ന്, ഡിഫൻസീവ് ലൈനിൽ നിന്ന് ഒന്ന് ഇറങ്ങി നിന്നിട്ട് ഫ്രണ്ടിലെ ഓപ്ഷൻസ് കണ്ടെത്തുന്ന ഡ്രോപ്പിംഗ്സ് ആണ്. ഇത് മാത്രമല്ലാതെ നല്ല രീതിയിൽ ഇറങ്ങി വന്നിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ടൈപ്പ് ഓഫ് ഡ്രോപ്പിംഗ്സും ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. ഈ രീതിയിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അദ്ദേഹം ടീമിന് വേണ്ടി എടുക്കുന്നുണ്ട്. അതൊരു പക്ഷേ കൗണ്ടർ ചെയ്യുന്ന സിറ്റുവേഷൻസിലാണെങ്കിലും അല്ലെങ്കിൽ ബിൽഡപ്പ് ചെയ്ത് പന്ത് പതിയെ മിഡ്ഫീൽഡ് വഴി മൂവ് ചെയ്യുന്ന സിറ്റുവേഷൻസിലാണെങ്കിലും ഇദ്ദേഹം ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കുന്നുണ്ട്. ആൻഡ് ഇനി നമ്മൾ ഈ ഡ്രോപ്പിംഗ്സും അവിടെ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. ആ സിറ്റുവേഷനിൽ ഞാൻ നോട്ടീസ് ചെയ്ത മറ്റൊരു കാര്യമാണ് കോമ്പിനേഷൻസ് കളിക്കാനുള്ള ഇതിനുള്ളൊരു എബിലിറ്റി. ഷോർട്ട് പാസുകൾ അല്ലെങ്കിൽ 1 ടച്ച് പാസുകൾ, പെട്ടെന്നുള്ള പാസ് ആൻഡ് മൂവ് മെത്തേഡ്, അതിൽ ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും എന്ന് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ലൂണയും നോവയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വിങ്ങേഴ്സൊക്കെ വരുന്ന സിറ്റുവേഷൻസിൽ
സിറ്റുവേഷൻസിൽ 1-to-1 പാസുകൾ 1 ടച്ച് പാസുകൾ കളിച്ച് മുന്നോട്ട് പോകുന്നത്. അതും ഈ പറഞ്ഞ പോലെ ഡ്രോപ്പ് ചെയ്ത് ഒരുപാട് ഇറങ്ങി വന്നിട്ട് പന്ത് എടുത്തിട്ട് ഇതേമായിട്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് പാസ് ആൻഡ് മൂവ് മെത്തേഡ് വഴി മുന്നോട്ട് പോകുന്ന സിറ്റുവേഷൻസിലാണ് ഇത് കൂടുതൽ കണ്ടിട്ടുള്ളത്. ആൻഡ് ഇവിടെ പെർട്ടിക്കുലർലി നമ്മൾ നോട്ടീസ് ചെയ്തൊരു കാര്യം അതിൻ്റെ ടെക്നിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ പാസിങ്ങിലൊക്കെ അദ്ദേഹം ടെക്നിക്സ് യൂസ് ചെയ്യുന്നതാണ്. ചില ബാക്ക് ഹീൽസ് അല്ലെങ്കിൽ ചില ഫ്ലിക്കിംഗ് പാസസ് അത്തരത്തിലുള്ള ചില സ്കിൽഫുൾ ആയിട്ടുള്ള പാസുകൾ അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു 100% സക്സസ് റേറ്റ് ഉള്ള ഒരു കാര്യമൊന്നുമല്ല. അത്തരത്തിലുള്ള ചില എക്സ്ട്രാ സ്പെഷ്യൽ സ്കിൽസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് ഫെയിൽ ആവുന്ന സിറ്റുവേഷൻസും ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നൊരു കാര്യം കോമ്പിനേഷൻസ് കളിക്കാൻ പ്രത്യേകിച്ച് ലൂണായിട്ടും നോവായിട്ടൊക്കെ കോമ്പിനേഷൻ 1-to-1 കോമ്പിനേഷൻ 1 ടച്ച് കളിക്കാൻ ഇതേ നല്ല ആപ്റ്റായുള്ള ഒരു പ്ലെയറിനെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ അവസാനമായിട്ട് ഇതിന് ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ സ്വിച്ചിങ്ങിൻ്റെ കുറച്ച് ഓപ്ഷൻസ് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ വൈഡിലേക്ക് പോകുമ്പോൾ വിങ്ങേഴ്സായുള്ള സ്വിച്ചിങ് ഫിംഗർ ഇൻസൈഡിലേക്ക് വരാം. ഇപ്പോൾ നോവയ്ക്കൊക്കെ അത്തരത്തിലുള്ള സ്വിച്ചിങ് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം സ്ട്രൈക്കിംഗ് സോണിലേക്ക് എത്തും. അത് അദ്ദേഹത്തിന് ഗോൾ സ്കോറിങ്ങിനും ബെനിഫിറ്റ് ആവുന്ന ഒരു കാര്യമാണ്. ആൻഡ് അവിടെ നോട്ടീസ് ചെയ്തൊരു കാര്യം അവിടെ നിന്നിട്ടുള്ള അകത്തേക്കുള്ള ക്രോസുകൾ അവിടെ നല്ല ക്വാളിറ്റി ക്രോസസ് അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നതും അതിൽ നിന്ന് അസിസ്റ്റുകൾ സ്വന്തമാക്കുന്ന മൂവ്മെൻറ്റ്സ് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. സോ ഈ പറഞ്ഞ പോലെ സ്വിച്ച് ചെയ്യാൻ നോവയായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു സൈഡിലുള്ള വിങ്ങറായിട്ടോ ഈ പോസിഷൻ സ്വിച്ച് ചെയ്തിട്ട് ബോക്സിനകത്തേക്ക് ബോളുകൾ സപ്ലൈ ചെയ്യാനുള്ള ക്രോസുകൾ സപ്ലൈ ചെയ്യാനുള്ള ഒരു എബിലിറ്റിയും കോമ്പിനേഷൻസ് കളിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഈ ഫ്ലെക്സിബിലിറ്റി അതിനുള്ളതുകൊണ്ട് തന്നെ ഒരു ഓപ്ഷനായിട്ട് ഒരു അറ്റാക്കിംഗ് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഓപ്ഷനായിട്ട് കാണാൻ സാധിച്ചിരുന്നു. സോ ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ പറയുമ്പോഴും എന്തുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തെ ഒരു പെർഫെക്റ്റ് ഹൈബ്രിഡ് എന്ന് പറയുന്നില്ല അല്ലെങ്കിൽ ഒരു നമ്പർ 10 നമ്പർ 9 ആ രീതിയിൽ കളിക്കാൻ പെർഫെക്റ്റ് ആണ് എന്ന് ഞാൻ പറയാത്തതിനുള്ള മെയിൻ കാരണം ഇതിൻ്റെ ഒന്നാമത്തെ വീക്ക്നെസ്സും കളി കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഏറ്റവും അധികം നിരാശ തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ക്രിയേറ്റീവ് പാസുകൾ കൊടുക്കുമ്പോഴുള്ള ഇതിൻ്റെ ഒരു ആക്യുറസിയാണ്. ഈ പറഞ്ഞ ക്രോസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന് നല്ല രീതിയിലുള്ള ബോളുകൾ കൊടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല കർവും ആ ബോളിൽ ടെക്നിക്കൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. പക്ഷേ ഈ ഡ്രോപ്പ് ചെയ്തിട്ടുള്ള ത്രൂ ബോൾസ് അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് കൊടുക്കുന്ന ക്രിയേറ്റീവ് പാസസ് അത് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന പാസുകൾക്ക് പോലും ഒരു ആക്യുറസി അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു അപാകത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഒരു മെജോറിറ്റി സിറ്റുവേഷൻസിൽ നല്ല മൂവ്മെന്റ്സ് വരുന്ന നല്ല ത്രൂ ബോൾസ് കൊടുക്കുന്ന അത് അസിസ്റ്റായി മാറുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള മൂവ്മെന്റ്സ് നമ്മൾ കണ്ടിരുന്നു. പക്ഷെ എന്നാലും ഒരു മാച്ച് ത്രൂ ഔട്ടൊക്കെ കാണുമ്പോൾ ഒരുവിധപ്പെട്ട സിറ്റുവേഷൻസിലെല്ലാം ഈ പാസ് ഫെയിൽ ആവുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റീവ് പാസ് കൊടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് റീച്ച് ചെയ്യാത്തത് ആ പാസിൻ്റെ വെയിറ്റ് ഒരു പ്ലെയർ ഡിഫെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ആ പ്ലെയറിനെ മറികടന്ന് പോകണം. അത്തരം സിറ്റുവേഷൻസിലെല്ലാം ഇദ്ദേഹം നല്ല രീതിക്ക് ഫെയിൽ ആവുന്ന ഒരു രീതി കാണാൻ സാധിച്ചിരുന്നു. സോ അത് തന്നെയാണ് എനിക്ക് ഇദ്ദേഹത്തിൽ കണ്ടെത്താൻ സാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീക്ക്നെസ് ക്രിയേറ്റീവ് പാസസിൻ്റെ ഒരു പ്രശ്നം അവിടെ വരുന്ന ആക്യുറസിയിലുള്ള ഒരു പ്രശ്നം. സോ ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് നേരത്തെ പറഞ്ഞ പോലെ ഡ്രോപ്പ് ചെയ്ത് കളിക്കുമ്പോഴുള്ള ഇതിൻ്റെ ഒരു പ്ലേയിങ് സ്റ്റൈലിൽ ഗെയിം സ്റ്റൈലിൽ ഞാൻ ഒരു ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവാത്തത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ബോൾ കുറച്ച് ഹാൻഡിൽ ചെയ്യുന്നൊരു പ്ലെയർ ആണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റ് സ്ട്രൈക്കേഴ്സിനെ പോലെ പെട്ടെന്ന് പാസ് കൊടുത്ത് ഒഴിവാക്കില്ല എന്ന് പറയുമ്പോൾ അവിടെയും 100% സക്സസ് റേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ടോപ്പായിട്ട് പന്ത് ഹാൻഡിൽ ചെയ്യുന്ന മെസ്സിക്ക് പോലും പന്ത് നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. സോ അതുകൊണ്ട് തന്നെ പന്ത് കൈവശം വെക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ എറേഴ്സ് വരാം, പന്ത് നഷ്ടപ്പെടാം. അവിടെ നമുക്കൊരു 100% സക്സസ് റേറ്റ് പറയാൻ പറ്റില്ല. സോ അങ്ങനെ വരുമ്പോൾ ചില സിറ്റുവേഷൻസിൽ ഇദ്ദേഹത്തിൽ നിന്ന് പന്ത് നഷ്ടപ്പെടുന്നത് ബോൾ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻസ് കാണാൻ സാധിച്ചിരുന്നേക്കാം. സോ മെയിനായിട്ട് ഈ 2 പ്രശ്നങ്ങളാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ക്രിയേറ്റീവ് സൈഡിലുള്ള പാസിംഗ് ആക്യുറസിയും അതുപോലെ തന്നെ പന്ത് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇദ്ദേഹത്തിൽ നിന്ന് പന്ത് നഷ്ടപ്പെട്ട് പന്ത് തിരിച്ച് നമ്മുടെ അറ്റാക്കിലേക്ക് വരുന്ന ആ ഒരു പ്രശ്നം. ഈ 2 പ്രശ്നം ഒഴിവാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ക്വാളിറ്റി ആ ടച്ചസിലും അതുപോലെ തന്നെ ഫിനിഷിങ്സിലും ഒക്കെ നമുക്ക് ആ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ആ ക്വാളിറ്റി ഉള്ള ഒരു സ്ട്രൈക്കർ തന്നെയാണ്. ഇതിനെല്ലാം പുറമെ ഈ ഒരു സമയത്ത് ആര് വന്നാലും ഏത് ടോപ്പ് ക്വാളിറ്റി സ്ട്രൈക്കർ വന്നാലും ഇനി അങ്ങോട്ട് ഈ ഒരു ടീമിനൊപ്പം സെറ്റ് ആവാൻ എടുക്കുന്ന ടൈം അതെന്തായാലും കിട്ടാൻ പോകുന്നില്ല. പ്രീ സീസൺ മാച്ചസ് കളിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അദ്ദേഹം ഇവിടെ വന്ന് പ്രാക്ടീസ് തുടങ്ങി പ്രീ സീസൺ മാച്ചസ് കളിക്കാൻ പറ്റി കഴിഞ്ഞാൽ അത് കളിച്ച് അല്ലെങ്കിൽ ഒരു പക്ഷേ നേരെ ISL ഫസ്റ്റ് മാച്ചിലേക്കായിരിക്കും ഇദ്ദേഹം വരുന്നത്. സോ അവിടെയൊക്കെ ആ ഒരു സെറ്റ് ആവാനും അഡാപ്റ്റ് ആവാനൊക്കെ ഇതിന് ടൈം കിട്ടാൻ യാതൊരു ചാൻസും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. സോ അതും ഒരു പക്ഷേ തുടക്കത്തിൽ ഇതിൻ്റെ പെർഫോമൻസ് കംപ്ലീറ്റ്ലി ഡെലിവർ ആവാതിരിക്കാനുള്ള ഒരു ചാൻസ് ആയിട്ട് തോന്നുന്നുണ്ട്. തുടക്കത്തിലെ കുറച്ച് മാച്ചുകൾ ഒരു പക്ഷേ പെപ്പറെ ഉപയോഗിച്ച് കളിക്കേണ്ടി വന്നേക്കാം ഇദ്ദേഹം ഫുള്ളി ഫിറ്റ് അല്ലെങ്കിൽ. സോ അത് ഒരു വലിയ കൺസേൺ. അതിപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ആര് ഈ ഒരു ടൈമിൽ വന്നാലും ഏത് ടീമിൽ വന്നാലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അതും ഇതിൻ്റെ കാര്യത്തിൽ ഒരു കൺസേൺ ആയിട്ട് പറയാം. എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ക്വാളിറ്റി സൈനിങ് ആണ്. ആൻഡ് അതിൻ്റെ പെർഫോമൻസ് ഇവിടെ അദ്ദേഹം അഡാപ്റ്റ് ചെയ്യുന്ന രീതി അഡാപ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം അതെല്ലാം ഡിപ്പെൻഡ് ആയിട്ടായിരിക്കും അതിൻ്റെ പെർഫോമൻസ് നമുക്ക് ഇവിടെ കിട്ടുക. എന്തായാലും നല്ല രീതിയിൽ ദിമിത്രോസിന് പകരക്കാരെന്ന് പറയുമ്പോൾ അതിനൊത്ത രീതിയിലുള്ള പെർഫോമൻസ് ഡെലിവർ ചെയ്യാൻ ഹേസൂസ് ഹിമെനസിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് എന്തായാലും മറ്റൊരു കാണാം. ബൈ.